നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഹൈ ലെവൽ ആരാധിക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വ്യക്തി എല്ലാ ദിവസവും എനിക്ക് ഒരേ മെസ്സേജ് ഇടും. അപ്പോൾ കൂട്ടത്തിൽ ഇന്നെങ്കിലും എൻ്റെ പൊന്നു മേഡം ഒന്ന് ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ഒന്ന് നോക്ക്, അല്ലെങ്കിൽ അവരുടെ നൈറ്റ് തോട്ട്സ് എന്താണെന്ന് ഒന്ന് പറയണേ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരുടെയും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മനസ്സിനകത്ത് ആ ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നൊന്ന് നോക്കിക്കളയാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്താണെന്നൊന്ന് നോക്കിക്കളയാം കേട്ടോ. നിങ്ങളെ അവർ ആഴത്തിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ, അതായത് ഈ നൈറ്റ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി ഒന്ന് റിലാക്സ് ആവാൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഇതിലേക്ക് മാറുന്ന സാഹചര്യത്തിലേക്ക്, സിറ്റുവേഷൻസിലേക്ക് മാറുന്നതാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ശരി തെറ്റുകളെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈഗോയ്ക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ഈ നൈറ്റ് സ്ലീപ്പിംഗ് ടൈമിലുള്ള ചിന്തകൾക്ക് അവിടെ നമുക്ക് ശരിയും തെറ്റുമെല്ലാം വ്യക്തമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും ഇന്നതാണെന്ന് മനസ്സിലാക്കും, സ്വയം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു എനർജി കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഇമോഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾ തേടുക. നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, അവരുടെ സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി എനർജി, നെഗറ്റീവ് പ്രസൻസ്, നിങ്ങൾക്കിടയിൽ സെപ്പറേഷനുള്ള കാരണം എന്താണ്, അത് മറ്റാരുടെയെങ്കിലും പ്രസൻസ് കൊണ്ടാണോ, കർമ്മ ബേസ് ആണോ, അത് എപ്പോഴവസാനിക്കും, എന്താണ് ഫ്യൂച്ചർ എനർജിയിലേക്ക് പോകുന്നത്, പാസ്റ്റിൽ എന്താണ് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടായ കാരണം, നമ്മുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാരോ റീഡിങ്സ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണ്, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പം ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. 7 എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7ൻ്റെ എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ്, നിഴൽ പോലെയാണ്. ഷാഡോ എനർജിയിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസാണ്. ഒന്നിലും നമുക്കൊരു വ്യക്തതയില്ല, എന്തോ പിന്തുടരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഭീതി ഉള്ളിൽ എപ്പോഴും കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. 7 വാൻഡ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുക്കാൻ കൺഫ്യൂഷൻ, അതായത് ഒരു എനർജിയിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളൂടി കണക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ശരിക്കും അവരെ സംബന്ധിച്ച് ഇപ്പോൾ കറൻ്റിലി നിങ്ങളിൽ നിന്നും ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്ന വ്യക്തികൾ, ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളെയൊക്കെയാണ് നമുക്ക് ഈ എനർജിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്. ശരിക്കും അവർ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയപ്പെടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളെയും ആ വ്യക്തിയെയും കണക്റ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഓവർ തിങ്കിങ് എനർജിയാണ്. അവർ വെറുതെ ചിന്തിച്ച് പ്രശ്നങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാവാം, ഒരു മദർ എനർജി, ഫാദർ എനർജിയിലൊക്കെ ശോഭിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പം അവരുടേതാകുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ വളരെ പവിത്രതയോടുകൂടി പുണ്യമാകുന്ന, അല്ലെങ്കിൽ ജെനുവിനിറ്റിയോടുകൂടി നിൽക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ എനർജിയുടെ ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നത്. അവരുടെ ആ ഒരു നിൽക്കുന്ന പൊസിഷൻ, അവർക്ക് അവരുടേതാകുന്ന ആ ഒരു അധികാര പരിധിയെ വിട്ട് അവർക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സാണ്. അവരൊരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ
ബൗണ്ടറി തീർക്കാൻ അവർ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ അവരെ ഓവറായിട്ട് പിടികൂടുകയാണ്. അവർ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവരെ നിങ്ങളുടെ ഓർമ്മകൾ പിടികൂടുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആ ഒരു പ്രസൻസിൽ നിന്നോ ഇവർക്ക് പുറത്ത് കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അവരെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും കണക്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങളെയും അവരെയും ബേസ് ചെയ്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും അവരും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്ക് പേടി തോന്നിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇന്നതൊക്കെ ആണെന്നുള്ളൊരു ചിന്ത അവരെ പിടികൂടുന്നുണ്ട്. അത് വെച്ച് അവർ നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ ഒരുപക്ഷെ എല്ലാ ഭാഗങ്ങളിലും അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവർ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കുന്നുണ്ടാവാം. അവരെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ തേടുന്നുണ്ടാവാം. ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നത് റിലേഷൻ എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടം, ഒരു അട്രാക്ഷൻ, പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷണൽ അട്രാക്ഷൻ, അഡിക്ഷനായി പോയോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിലും വിശ്വസിക്കുന്ന ക്യാരക്ടറാണ്. എവിടെയും ചെന്ന് പെട്ടെന്ന് ചാടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ അപ്പോഴത്തെ അവസരത്തിനൊത്ത് ഇവർ ചാടിക്കൊടുക്കുന്ന ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് അവിടെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ എത്ര വന്നാലും ഏതൊക്കെ കാര്യങ്ങൾ വന്നാലും എല്ലാം കയറി കൈയിട്ട് വരും, അല്ലെങ്കിൽ എല്ലാത്തിലും കയറി പിടികൂടും, എല്ലാത്തിലും ചെന്ന് ചാടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജിയുള്ള വ്യക്തിയാണ്. അതായത് എന്താ പറയുക, ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു എനർജിയിലൂടെ നോക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർ കാണിച്ചിരുന്ന സ്നേഹം, പ്രസൻസൊക്കെ ആ ഒരു ടൈമിൽ ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ വന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു അമിതമായ ഒരു ആഗ്രഹം, ഇഷ്ടം, അതിൻ്റെ പുറത്ത് സംഭവിച്ചതായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അവരൊരു സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു തീരുമാനവും എടുക്കുന്നില്ല, എസ്സും ഇല്ല നോയും ഇല്ലാത്ത ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. കൂടാതെ നിരാശയും കുറ്റബോധവും അവരെ പിടികൂടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നൽകിയ സ്നേഹം, പ്രസൻസ്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലെ ആ ഒരു സാഹചര്യങ്ങളെ എല്ലാം കുറിച്ച് ടോട്ടലി ചിന്തിക്കുമ്പം ഈ വ്യക്തിക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്, നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു എനർജിയും അവരെ പിടികൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതമെന്ന് പറയുന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ്, ധർമ്മസങ്കടത്തിലാണ് നിൽക്കുന്നത്. ശരിയും തെറ്റും ഒന്നും പറയാനും പ്രവർത്തിക്കാനും അറിയാത്ത വിധമുള്ളൊരവസ്ഥ, ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ വല്ലാതെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ നിൽക്കുന്നിടം, അവരുടെ സാഹചര്യങ്ങളെയെല്ലാം അവർക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അതായത് ഒന്നും കൈവിട്ട് കളയാൻ പറ്റാത്ത വിധം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി കുറവ് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം, മുൻചിന്തയില്ലാത്ത ഒരു സിറ്റുവേഷൻസൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു തടസ്സങ്ങളുണ്ട് ലൈഫിലേക്കും നിങ്ങളുടെ റിലേഷനെയൊക്കെ കണക്ട് ചെയ്ത് ഒന്നിലധികം തടസ്സങ്ങൾ, വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങളുടെ പ്രസൻസിന് അവർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്, ബൗണ്ടറി ഇടുന്നുണ്ടെങ്കിൽ പോലും അത് തിരിച്ച് നൽകേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ വലിയൊരു ജിജ്ഞാസയൊക്കെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോഴും നിങ്ങളെ അറിയാനും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാനും അവർക്ക് വളരെയധികം താല്പര്യമുള്ളൊരു സിറ്റുവേഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് മെയിനായിട്ടൊരു പ്രശ്നം, ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ഇവരിൽ വളരെ ശക്തമാണ്, കൺട്രോളിംഗ് ഉണ്ട്. ഒരു പക്ഷേ ഒരു മദർ എനർജി ആവാം, വിഡോ എനർജിയിലുള്ളൊരു ലേഡി പ്രസൻസ് ആവാം. അപ്പം നിങ്ങളുടെ വ്യക്തിയിൽ മസ്കുലിനായാലും ഫെമിനിയനായാലും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ലേഡിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട്, ഫൈറ്റിങ്ങിന് തുല്യമായിട്ട് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ള ധൈര്യം നിങ്ങളുടെ വ്യക്തിക്കില്ല, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ധൈര്യം നിങ്ങളുടെ പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലി,
കുടുംബ ബന്ധത്തിനൊക്കെ വളരെയധികം മൂല്യമുള്ള പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും അവർക്കുടെ ലൈഫിൽ സംതൃപ്തമാകുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രസൻസ്, സാന്നിധ്യമൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, എനർജി, ഇതൊക്കെ തന്നെയാണ് അവരുടെ സ്വപ്നത്തിൽ, അവരുടെ സങ്കല്പത്തിൽ ഒരു പാർട്ട്ണർ എനർജി ആയിട്ട് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു പൂർണ്ണതയുള്ളതും നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോഴാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. അതൊരു സൗഹൃദ ബന്ധത്തിലൂടെ പോലെ ആയാൽ പോലും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്, കൂടി ചേരുമ്പോഴുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ അധികം അത്ഭുതകരമാണ്. മിറാക്കിൾ പോലുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളിലേക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളാകുന്ന അല്ലെങ്കിൽ അത്ഭുതകരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ, ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്കൊക്കെ ഒഴുകി വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ബ്ലോക്കേജ് ഇല്ല, തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്ന മനസ്സിൻ്റെ സംതൃപ്തിയാണ്, മനസ്സിൻ്റെ സന്തോഷമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴും, നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴും തീർച്ചയായിട്ടും അറിയാതെ ആത്മാവിലുണ്ടാകുന്ന സന്തോഷകരമാകുന്ന ആ ഒരു എനർജി ചേഞ്ചിങ് ആണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവരിലേക്ക് പല കാര്യങ്ങളും കണക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം ശക്തമാകുന്ന രണ്ട് സോൾ കണക്ഷൻസ് ആണ്, കൂടിച്ചേരാൻ യോഗ്യമാകുന്ന സോൾ കണക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. പക്ഷേ അതെല്ലാം അവരിപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൂടെ അതെല്ലാം കടന്നു പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രസൻസ് ഉള്ളപ്പോൾ എൻ്റെ ലൈഫിൽ ഇന്ന മാറ്റങ്ങൾ വന്നിരുന്നു, പല ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിരുന്നു, എൻ്റെ ജീവിതം വളരെ സുഖകരമായിരുന്നു, ഏത് സിറ്റുവേഷൻസിൽ നിന്നാലും സുഖകരമാകുന്നൊരു സിറ്റുവേഷൻസ് ആയിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു 50% നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും, എന്നൊരു 50% അവരുടെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ, ഇതെന്താകും, ഇത് നല്ലതാണോ ചീത്തയാണോ, ഇതെങ്ങനെ കണക്റ്റ് ചെയ്യണം, ഇത് ഫോക്കസ് ചെയ്യണോ വിട്ട് കളയണോ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെയാണ് ഒരു 50% നിൽക്കുന്നത്. അതായത് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ എത്തിയിട്ടില്ല നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എന്നുള്ളതാണ്. പക്ഷേ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്, നല്ല പോലെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കറൻറ്റ്ലി കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു എഫോർട്ടും എടുക്കാൻ താല്പര്യമില്ലാതെ ഈ വ്യക്തി ഇറങ്ങിപ്പോയതായിട്ടാണ് കാണുന്നത്. ഈ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്ത് കടന്നു വിട്ടുകളഞ്ഞ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ബന്ധം വേണ്ട, ഇതിനകത്ത് എനിക്ക് എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത വിധം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സ്റ്റക്കാക്കി, ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം നിങ്ങൾ സ്തംഭന അവസ്ഥയിലേക്ക് ആക്കി നിങ്ങളിൽ നിന്നും ഒരു ദയയുമില്ലാതെ മൂവ് ഓൺ ചെയ്തിരുന്ന പേഴ്സണായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് റീസൺ പോലും പറയാതെ, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നതെന്നുള്ള ആ ഒരു റീസൺ പോലും നിങ്ങളോട് പറയാത്ത വിധം നിങ്ങളിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പോയി മറഞ്ഞ ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ അവർ കാണിച്ച, അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അവരെ കൊണ്ട് ചെയ്യിച്ച പല കാര്യങ്ങളും ഇപ്പം അവർക്ക് കർമ്മ പോലെയാണ്. അവർ പേടിക്കേണ്ടി വരുന്ന, ഭയപ്പെട്ട്, അതായത് പ്രൊട്ടക്ഷൻ അവർക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വന്ന എനർജി കണ്ടില്ലേ, 7 ഓഫ് വാൻസിൻ്റെ എനർജി. അവരൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സ്വയം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് പോലെ അവർ കർമ്മ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്, ഞാനിപ്പോൾ കറൻറ്റ്ലി കർമ്മയിലാണ്, എൻ്റെ മുൻ സമയങ്ങളിലെ ചില കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഇന്നിപ്പം ഞാൻ കർമ്മ നേരിടുകയാണ് എന്നുള്ളൊരു വ്യക്തത അവർക്ക് കിട്ടുന്നുണ്ട്. കർമ്മ എന്ന് പറയുന്നത് 5 ഓഫ് കപ്സിൻ്റെയും 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. നഷ്ടബോധമാണ്, ഒന്നിലും തൃപ്തിപ്പെടാൻ പറ്റാത്തൊരു മാനസിക അവസ്ഥയിലാണ്. ഇമോഷണലി അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹം, പ്രണയം, പ്രസൻസ്, അതുപോലെ ഒരു സമാധാനം, മറ്റൊരാളുടെ ഒരു സാന്നിധ്യം, ഇതെല്ലാം ഈ പേഴ്സൺ ആഴത്തിൽ ഹൃദയത്തിൽ തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഫെയിലിയറാണ്, അസംതൃപ്തിയാണ്, ഒന്നിലും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. ആഗ്രഹം വലുതായിട്ടുണ്ടെങ്കിലും ആഗ്രഹത്തിനൊത്ത് ഒരു എനർജികളിലും ഒരു സാഹചര്യങ്ങളിലും ഈ വ്യക്തിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. ആഗ്രഹം ഉള്ളിൽ കിടന്ന്
തിങ്ങി നിറയുന്ന ഒരവസ്ഥയും. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. സന്തോഷം നഷ്ടപ്പെട്ടു. എവിടെ പോയി എനിക്കുള്ള സന്തോഷം? എൻ്റെ ലൈഫ് ഇതെന്താണ്? എങ്ങോട്ടാണ് ഓടി ഒളിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാവരിൽ നിന്നും മാറി നിൽക്കാൻ, ഒറ്റപ്പെട്ട് നിൽക്കാൻ, ഒരു എലോൺ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടത് എവിടെയെന്ന് ചിന്തിക്കുമ്പോഴും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ്, അവരുടെ ആത്മാവ് തിരിഞ്ഞു നോക്കുന്ന ഒരു എനർജി, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എനർജിയാണ്. പക്ഷെ അപ്പോഴും അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അറിയുന്നുണ്ട് അവരുടെ നല്ല ഭാവം, നല്ല സിറ്റുവേഷൻസ്, ആരോടൊപ്പം പോകുമ്പോഴാണ് നല്ലത് സംഭവിക്കുക എന്നൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോഴും അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവരെപ്പോഴും വിട്ടുപോകുക, ആരും വേണ്ട, ഒറ്റയ്ക്ക് മതിയെന്നുള്ള ഒരു ചിന്ത. മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ ഒരു കർമ്മ എനർജി എന്ന് പറയുന്നത് ഈ അവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ല. ഫൈറ്റിംഗ് സംഭവിക്കുന്നു. പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോയി മറയാം, എല്ലായിടത്തു നിന്നും വിട്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് ഇവർ ചെന്നു പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഇംബാലൻസിങ് ആണ്. ഇമോഷണൽ പൊരുത്തക്കേടുകളാണ്. ഒന്നിലും നാം പറഞ്ഞില്ല, ആഗ്രഹം ഉണ്ട്, സാന്നിധ്യം വേണം, ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രസൻസ് വേണം, എന്നോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ദുഃഖമാണ്, നഷ്ടബോധമാണ്, നിരാശയാണ്. അതായത് സമയം നഷ്ടപ്പെടുത്തി, കഴിഞ്ഞ കാലങ്ങളെ വേസ്റ്റാക്കി കളഞ്ഞു എന്നുള്ളത്. ഫ്യൂച്ചറിലേക്ക് ഒന്നും തന്നെ കാത്തു സൂക്ഷിച്ച് വെക്കാൻ പാസ്റ്റിൽ സാധിച്ചില്ല എന്നുള്ള ആ ഒരു പെയിൻ, ആ ഒരു കുറ്റബോധം, കയ്യിൽ വന്ന സൗഭാഗ്യങ്ങൾ, നല്ല വ്യക്തിബന്ധങ്ങൾ, ആ വ്യക്തിയെ സ്നേഹിച്ച വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ സമയങ്ങൾ, ഇതെല്ലാം ഈ വ്യക്തിനെ ഇപ്പം പിടികൂടുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്ലസ് ഈ വ്യക്തിക്ക് ആരോ ബ്ലാക്ക് മാജിക് പ്രസൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ വ്യക്തിയുടെ ലൈഫിൽ കറൻ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് റിലേഷനെ ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുത്ത ഏതോ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് തന്നെ ഈ വ്യക്തി ഒരു ഡെവിൾ, ഒരു മായാ വലയത്തിൽ കുടുക്കിയിട്ടുണ്ട്. അതായത് പുതിയതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത വിധം മനസ്സിനെ ശക്തമായിട്ടും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ്. അതായത് റൂട്ട് ചക്രേനെയാണ് ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നത്. റൂട്ട് ചക്ര ബ്ലോക്കായാൽ പിന്നെ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ആ ഒരു എനർജീനെ ബ്ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം പൂർവ്വകർമ്മകളും ഉണ്ട് കേട്ടോ. പൂർവ്വജന്മ കർമ്മകളും ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ തോന്നിയിട്ടുള്ള അഡിക്ഷൻസും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ ബ്ലോക്കേജുകൾക്ക് കാരണമായിട്ടുണ്ടെന്നുള്ളതും എല്ലാം നമുക്ക് ഈ ഒരു വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എനർജിയിലേക്ക് എടുക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ നൈറ്റ് തോട്ട്സ് എനർജിയിൽ ഈ എനർജികൾ വരുന്നതിൻ്റെ കാരണം അവരിതെല്ലാം സംഭവിച്ചു പോയതായ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ റിപ്പീറ്റ് ലൈഫിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് അവർക്ക് വന്ന മിസ്റ്റേക്കുകൾ, അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ സെൽഫിഷ് മെൻറ്റാലിറ്റി വെച്ച് അവർ ചെയ്തു കൂട്ടിയ ചില പ്രവർത്തികൾ, മറ്റുള്ളവരോട് പറഞ്ഞ ചില വാക്കുകൾ, ഇതെല്ലാം അവരിപ്പം ഇങ്ങനെ വീണ്ടും റീകണക്റ്റ് ചെയ്യുമ്പം നമുക്കത് എനർജിയിലേക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരിലേക്ക് ഏറ്റവും മെയിനായിട്ടും അവരെ ഫോക്കസ് ചെയ്തൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയ ഒരു എനർജി പ്രസൻസ്, ഫിനാൻഷ്യൽ എനർജി, ഫ്രീഡം ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി ഇവരിൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ അത് ഒരു പക്ഷേ നിങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആവാം. കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ ഒരു ബന്ധത്തിലേക്കൊരു പൂർണ്ണത, ഒരു സെലിബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ വന്ന് ചേരണമെങ്കിൽ
തീർച്ചയായിട്ടും തടസ്സങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും, കണ്ണുമടച്ച് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും. ശക്തമാകുന്ന ഒരു റിയൂണിയൻ പ്രസൻസ് ഉണ്ടാകണമെങ്കിൽ. പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി. മദർ എനർജി, ഫാദർ എനർജി, കുടുംബ ബന്ധങ്ങൾ, പേര്, ഫെയിം ആൻഡ് നെയിം എനർജിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. ഇതെല്ലാം ആ വ്യക്തിക്ക് ഒരു എന്താ പറയുക, ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു കണ്ണടച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം ഈ വ്യക്തിയെ സ്റ്റക്കാക്കുന്നുണ്ട്. അത് ഈ വ്യക്തിക്ക് വല്ലാതെ ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്ക് ഒന്നും തന്നെ ഇല്ല ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിസിഷൻ എനർജിയാണ്. തീരുമാനങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റിലുള്ള നൈറ്റ് തോട്ട്സ് എനർജിയിലേക്ക് നോക്കുമ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണുന്നത് സിംഗിൾ എനർജിയിലുള്ള വ്യക്തികൾക്ക് ആ ഒരു പേഴ്സൺ ഒരു വിവാഹം, കുടുംബജീവിതം ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അതായത് നമുക്ക് മുന്നിലത്തെ എനർജിയിൽ കിട്ടിയിരുന്നു ഒരു പാർട്ട്ണറുടെ പ്രസൻസ്, സാന്നിധ്യം, സ്നേഹം, സപ്പോർട്ടൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി സിംഗിൾ എനർജിയിലുള്ള വ്യക്തികൾക്ക് ഒരു വിവാഹ ലൈഫ്, കുടുംബം, ബന്ധങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അല്ലാത്ത എനർജികളിലേക്ക് നോക്കുമ്പോഴും അതേ സിറ്റുവേഷൻസ് തന്നെയാണ്. ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ്, അതായത് നമുക്ക് ചായാൻ ഒരു തോള് വേണം, ഒരു താങ്ങാനായിട്ടൊരു സിറ്റുവേഷൻ വേണം. അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരിക്കലും ഒരു വ്യക്തികൾക്കും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല. എപ്പോഴുമെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഒരു വ്യക്തിയുടെ എനർജി നമ്മളെ കാണാനും കേൾക്കാനും ഉണ്ടാവണം എന്നുള്ളതുപോലെ ഈ വ്യക്തിയും ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കം എന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൽ പോലും ആയിക്കോട്ടെ, ഇനി ഒരു പുതിയ ഒരു തുടക്കത്തിന് ഈ വ്യക്തി ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ശരിക്കും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പം കർമ്മക്കടങ്ങൾ മറികടക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പാസ്റ്റിൽ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആ കർമ്മയിൽ നിന്നും പുറത്ത് കടന്ന് ലൈഫിലേക്കൊരു സ്റ്റേബിളായ അല്ലെങ്കിൽ ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പേഴ്സൺ ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കറൻ്റ്ലി നൈറ്റ് തോട്ട്സ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ നിസ്സഹായമാകുന്ന ചില അവസ്ഥകളെയാണ് കേട്ടോ നമുക്ക് ഇന്ന് എനർജിയിൽ കിട്ടിയിരിക്കുന്നത്.